പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ഈ വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി മാസം 18 ദനഹാകാലത്തിൻ്റെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ ദിവസം ഞായറാഴ്ച ഏറെ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച് അല്പസമയം നമുക്ക് പ്രാർത്ഥനാപൂർവ്വം വിചിന്തനം ചെയ്യാം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് തിരുവചന ധ്യാന വിഷയം. ഈശോയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് പൊതുവായൊരു വിവരണവും അതേ തുടർന്ന് ഈശോ തൻ്റെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതുമായ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതുമായ കാര്യമാണ് ഇന്ന് നമ്മൾ തിരുവചനത്തിൽ വായിച്ച് ധ്യാനിക്കുന്നത്. ഈശോയുടെ ഈ പരസ്യജീവിത ശുശ്രൂഷ, ഈ ലോക ശുശ്രൂഷയിൽ ഈശോയെ സഹായിക്കുന്നതിനും കൂടെ ഉണ്ടാകുന്നതിനും പിന്നീട് ഈശോയ്ക്ക് വേണ്ടി ഈ ശുശ്രൂഷ ലോകത്തിൽ തുടരുന്നതിനുമായി ഈശോ 12 പേരെ വളരെ പ്രത്യേകമായി ഏറെ ആലോചനകൾക്കും പ്രാർത്ഥനയ്ക്ക് ശേഷം തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ തിരുവചന ഭാഗത്ത് കാണുന്നത്. 3 പ്രധാനപ്പെട്ട പ്രാർത്ഥനാ വിചാരങ്ങൾ ഈശോ ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, നമ്മൾ കാണുന്നത് പോലെ ഈ തിരുവചന ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പിന്നീട് അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. ഈശോ മലമുകളിലേക്ക് കയറുന്നതൊക്കെ പ്രാർത്ഥനയുടെ കാര്യത്തിന് വേണ്ടിയാണെന്ന് തിരുവചനത്തിൽ മറ്റിടങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. അവൻ പ്രാർത്ഥിക്കാൻ ഒരു മലമുകളിലേക്ക് പോയി എന്നൊക്കെ പറയുന്ന തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ മലമുകളിലേക്ക് കയറി പ്രാർത്ഥിച്ചു എന്ന് പ്രത്യേകം ഇവിടെ എടുത്ത് പറയുന്നില്ലെങ്കിലും തീർച്ചയായും ഈശോ പ്രാർത്ഥന കൊണ്ട് ഒരുങ്ങിയ മനസ്സിൽ നിന്നാണ് 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നത്. ഈ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗം ലൂക്കാ സുവിശേഷകൻ പറയുമ്പോൾ അത് കൃത്യമായി പറയുന്നുമുണ്ട്. അവൻ മലയിലേക്ക് കയറി ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് പ്രഭാതമായപ്പോൾ ശിഷ്യന്മാരിൽ നിന്ന് 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം. ഈശോയുടെ ഈ 12 ശിഷ്യന്മാരെ കുറിച്ചുള്ള അവരുടെ തിരഞ്ഞെടുപ്പ് പ്രാർത്ഥനയുടെ, ദൈവ ആലോചനയുടെ പ്രാർത്ഥനയിലും പശ്ചാത്തലത്തിലും പിൻബലത്തിലുമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഇത് നമ്മളെയും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ എല്ലാ പ്രധാന തീരുമാനങ്ങളും, ജീവിതത്തിൻ്റെ എല്ലാ പ്രധാന തീരുമാനങ്ങളും നമ്മുടെ മാത്രം ആലോചനയോ നമ്മുടെ കൂടെയുള്ള അല്ലെങ്കിൽ നമുക്കറിവുള്ള ആളുകളുമായിട്ടുള്ള ആലോചനയുടെ പശ്ചാത്തലത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കരുത്. അതിലേറ്റവും പ്രധാനമായി ദൈവത്തോട് ആലോചന ചോദിക്കുന്ന, ദൈവത്തിൻ്റെ ഹിതം അറിയാൻ ശ്രമിക്കുന്ന പ്രാർത്ഥന കൂടി ഉൾപ്പെട്ടതാവണം എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യവും, പ്രാർത്ഥിച്ചെടുക്കുന്ന എല്ലാ തീരുമാനവും അതുകൊണ്ട് 100% വിജയമാകണമെന്നും അതിനർത്ഥമില്ല. ചിലപ്പോൾ അത് ചെയ്തു വരുമ്പോൾ പരാജയപ്പെട്ടതായി നമുക്ക് തോന്നാം. പക്ഷെ ദൈവത്തോട് ആലോചന ചോദിച്ചെടുത്ത ഒരു കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ അതിലേക്ക് പോയതെങ്കിൽ നമ്മുടെ ആ പരാജയത്തിലും നമ്മുടെ ആ കുറവിലും ദൈവം നമ്മുടെ കൂടെ നിൽക്കുകയും ആ കുറവിലൂടെ കടന്നു പോകാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ ദൈവം സഹായിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഈ പ്രാർത്ഥിച്ചെടുക്കുന്ന തീരുമാനങ്ങളുടെ പ്രത്യേകത. നമ്മുടെ ജീവിതത്തിൽ നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കാറുണ്ട്. കുട്ടികൾ ഏത് വിഷയങ്ങളിലേക്ക് തുടർ പഠനം പോകണം, അവർക്കുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട ആലോചനകൾ വരുമ്പോൾ, ഒരു ജോലി പലതുള്ളപ്പോൾ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ള ആലോചന വരുമ്പോൾ, വീട് വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദൈവവിളികൾ തീരുമാനിക്കുമ്പോൾ, ഇങ്ങനെ അതിപ്രധാനമായ കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ മനുഷ്യരോട് മാത്രം ആലോചന ചോദിക്കാതെ, നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മുടെ ചിന്ത അനുസരിച്ച് മാത്രം പോവാതെ ഏറ്റവും പ്രധാനമായി ദൈവത്തോട് ആലോചന ചോദിക്കുകയും ദൈവം തരുന്ന പ്രേരണകൾക്കനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്താൽ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും പിന്നീട് ദൈവം കൂടെ ഉണ്ടാവും. ഏത് പ്രശ്നങ്ങളെയും മറികടക്കാൻ ദൈവസഹായം കിട്ടുമെന്നുള്ള വലിയൊരു ഉറപ്പാണ് നമ്മളിവിടെ കാണുന്നത്. ഈശോ 12 പേരെ തിരഞ്ഞെടുത്ത് അതിലൊരാൾ തന്നെ ഈശോയെ ഒറ്റിക്കൊടുത്ത് ആ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ദൈവത്തോട് ആലോചന ചോദിച്ചെടുത്ത തീരുമാനമായതുകൊണ്ട് യൂദാസ് ഒറ്റിക്കൊടുത്ത് നയിച്ച മരണം കൊണ്ട് ഈശോ ഒതുങ്ങുന്നില്ല. അത് അതിനപ്പുറമുള്ള മഹിമയേറിയ ഉത്ഥാനത്തിലേക്ക് കടന്ന കാര്യമായി മാറി. അത് ദൈവപിതാവിൻ്റെ ആലോചനയുടെ കാര്യം കൂടി അതിലുണ്ടായിരുന്നത് കൊണ്ടാണ്. നമ്മുടെ എല്ലാ പ്രധാന തീരുമാനങ്ങളിലും ഏറ്റവും പ്രധാന ഘടകം
പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് എടുക്കുന്ന തീരുമാനങ്ങളാകട്ടെ എന്നുള്ളത് ഈശോ ഇന്ന് ഒന്നാമതായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം, ഈശോ തൻ്റെ കൂടെ നടക്കാനും തൻ്റെ ശുശ്രൂഷകൾ പിന്നീട് തുടരാനുമായി 12 അപ്പസ്തോലന്മാരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അത് 10 എന്ന ഒരു പൂർണ്ണസംഖ്യയിൽ നിർത്തിയില്ല, 15ലേക്ക് പോയില്ല, അല്ല 20ലേക്ക് പോയില്ല, 12ലാണ് നിർത്തുന്നത്. അതിൻ്റെ പഴയ നിയമ പശ്ചാത്തല പ്രാധാന്യവും നമുക്കറിയാം. 12 ഗോത്രങ്ങളെ അനുസ്മരിപ്പിച്ച് 12 സിംഹാസനങ്ങളിൽ ഇരിക്കേണ്ട 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നു. ഒരു പക്ഷേ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ അത് ആ പഴയ നിയമ സംഖ്യയുടെ ഒരു കാര്യം മാത്രമല്ല 12 എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഒരു ദിവസത്തെ 24 മണിക്കൂറാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് 12 മണിക്കൂറുകൾ വീതമുള്ള 2 ഭാഗം. ഈശോ പറയുന്നു, പകലിന് 12 മണിക്കൂറില്ലേ, പകല് നടക്കുന്നവൻ തട്ടി വീഴുന്നില്ല. പകൽ എന്ന വലിയ വെളിച്ചമുള്ള ഈശോയാകുന്ന വെളിച്ചത്തിൽ നടക്കുന്ന നമുക്ക് 12 ശിഷ്യന്മാരുടേതുപോലെ 12 മണിക്കൂറുകൾ പ്രവർത്തിക്കാനായി ദൈവം നൽകിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ 12 ശ്ലീഹന്മാർ 12 മണിക്കൂറുകളുടെ പ്രതിനിധിയാണ് എന്ന് വേണമെങ്കിൽ ഒരു പ്രായോഗികമായ ആലോചനയിൽ അല്ലെങ്കിൽ ഒരു ചിന്തയിൽ നമുക്ക് പറയാം. ഈ 12 പേരെയും ഈശോ തിരഞ്ഞെടുത്തത് തന്നോടുകൂടി ആയിരിക്കാനും ഈശോയ്ക്ക് വേണ്ടി പ്രസംഗിക്കാനുമാണ്. നമ്മുടെ പ്രവർത്തിക്കാനുള്ള പകലിൻ്റെ 12 മണിക്കൂറുകൾക്കും ഈ അർത്ഥം തന്നെയാണുള്ളത്. ഈ 12 മണിക്കൂറിലും ഉണർന്നിരിക്കുമ്പോൾ ഈശോയുടെ കൂടെ ആയിരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ 12 മണിക്കൂറിലും ഈശോയെ പ്രസംഗിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ആത്മശോധന ചെയ്യേണ്ട കാര്യം, നമുക്ക് ഈ 12 മണിക്കൂർ ഇങ്ങനെയാണോ വിനിയോഗിക്കാൻ പറ്റുന്നത്, അതെയോ ശിഷ്യന്മാരുടെ സ്വഭാവം നമ്മുടെ 12 മണിക്കൂറുകളിൽ കടന്നു വരുന്നുണ്ടോ? യൂദാസിനെ പോലെ ഈശോയെ ഒറ്റിക്കൊടുത്തതുപോലെ മറ്റുള്ളവരെ ഒറ്റിക്കൊടുക്കുകയും അവരെ ദ്വേഷിക്കുകയും ചെയ്യുന്ന മണിക്കൂറുകൾ നമുക്കുണ്ടാകുന്നുണ്ടോ? പത്രോസ് എടുത്തുചാട്ടം കാണിച്ചതുപോലെ വിവേകരഹിതമായി ചിലപ്പോഴൊക്കെ സംസാരിച്ചതും പ്രവർത്തിച്ചതും പോലെ നമ്മുടെ മണിക്കൂറുകളിൽ ഈ വിവേകരാഹിത്യം കടന്നു വരുന്നുണ്ടോ? യാക്കോബും യോഹന്നാനും അധികാരം കിട്ടാൻ വേണ്ടി തർക്കിക്കുകയും വാദിക്കുകയും പരസ്പരം കലഹിക്കുകയൊക്കെ ചെയ്തതുപോലെ നമ്മുടെ ചിന്തകൾ ഈ മണിക്കൂറുകളിൽ അധികാരത്തിനും ലോകകാര്യങ്ങൾക്കുമായി പോകുന്നുണ്ടോ? തോമസ് സംശയിച്ചു എന്ന് നമ്മൾ പറയുന്നു. സംശയത്തിൻ്റെ മണിക്കൂറുകൾ നമ്മുടെ പകലുകളിൽ ഉണ്ടാകുന്നുണ്ടോ? ഉയർപ്പിന് ശേഷം 7ഓളം ശിഷ്യന്മാർ പഴയ ജോലികളിലേക്ക്, മീൻപിടുത്തത്തിലേക്കൊക്കെ തിരിച്ചു പോകുന്നത് കാണുന്നു. ഈശോയുടെ കൂടെ ആയിരിക്കേണ്ട നമ്മൾ ഈശോയെ മറന്ന് ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് മാത്രമായി നമ്മുടെ മനസ്സ് ഒതുങ്ങിപ്പോകുന്ന സാഹചര്യങ്ങൾ നമുക്കുണ്ടോ? അതെയോ യോഹന്നാനെ പോലെ ഈശോയുടെ വക്ഷസ്സോട് ഹൃദയത്തോട് ചെവി ചേർത്ത് വെച്ചപ്പോഴും ഈശോയുടെ ഹൃദയസ്പന്ദനങ്ങൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ചിന്ത നമുക്ക് ഈ 12 മണിക്കൂറുകളെ കുറിച്ചുണ്ടോ? ഈ 12 അപ്പസ്തോലന്മാർ നമ്മുടെ 12 മണിക്കൂറുകളെയാണ് ഓർമ്മിപ്പിക്കുന്നതെന്നും നമുക്കും ഈ ശിഷ്യന്മാരുടെ സാധ്യതകളിലേക്ക് പോകാനുള്ള പ്രേരണയോ സാധ്യതയോ ഒക്കെ ഉണ്ടെന്നും അതിലേക്ക് വീഴാതെ യോഹന്നാൻ ഈശോയോട് ചേർന്നിരുന്നത് പോലെ ഓരോ മണിക്കൂറും ഈശോയോട് ചേർന്നിരുന്നും ഈശോയെ പ്രസംഗിച്ചുമാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടതെന്നുമുള്ള ഒരു ഓർമ്മ കൂടി ഈ 12 ശ്ലീഹന്മാരുടെ സംഖ്യ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു പ്രധാന കാര്യം, മൂന്നാമതൊരു ചിന്തയായി ഈശോ നമ്മളോട് ഇന്ന് പറയുന്നത് ഇതാണ്. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യൂദാസിനെ കൂടി തിരഞ്ഞെടുക്കുമ്പോൾ ഈശോയ്ക്ക് തെറ്റുപറ്റിയോ? ഈശോ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചെടുത്തിട്ടും ഒരു പ്രശ്നക്കാരനെ ഒഴിവാക്കി നിർത്താനുള്ള ഒരു ചിന്ത, ഒരു പ്രേരണ ഈശോയ്ക്ക് കിട്ടിയില്ലേ? ഈശോയ്ക്ക് അവിടെ ഒരു തെറ്റുപറ്റിയോ? വിശുദ്ധ ഗ്രന്ഥം ആഴത്തിൽ ആത്മീയമായി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈശോയ്ക്ക് തെറ്റുപറ്റിയില്ല എന്നുള്ളതാണ്. അതിന് കാരണം ഇതാണ്, ഈശോയുടെ വരവിൻ്റെ ലക്ഷ്യം തന്നെ ഈ ഒരു കാര്യത്തെ സാധൂകരിക്കുന്നതാണ്. ഈശോ പറഞ്ഞല്ലോ, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് വിളിക്കാനാണ്. ഈശോ പല തുറകളിലുള്ളവരെ, പല ജീവിത രംഗങ്ങളിലുള്ളവരെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലേക്ക് വിളിക്കുമ്പോൾ തനിക്ക് പിന്നീട് ഭാവിയിൽ ഇവൻ കാരണം ബുദ്ധിമുട്ടുണ്ടായേക്കും എന്നുള്ള ഒരു ദൈവിക ജ്ഞാനമുള്ള ദൈവമായ ഈശോ പിന്നെ എന്തുകൊണ്ട് യൂദാസിനെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, തൻ്റെ കൂടെ 3 വർഷം നിർത്തി താൻ ആരാണെന്ന്, താൻ എന്ത് ചെയ്യുന്നുവെന്ന്, എന്തിന് ഈ ലോകത്തിലേക്ക് വന്നുവെന്ന്, എങ്ങനെയാണ് ഈ ലോകരക്ഷ സാധിക്കുന്നതെന്നൊക്കെ കൂട്ടത്തിൽ നിർത്തി കാണിച്ച് യൂദാസിനെയും പഠിപ്പിച്ച് ഒരുപക്ഷെ അവൻ്റെ മനസ്സ് തിരിച്ച്
അവനെ ആ പാപ ചിന്തകളിലെ വേരുകളിൽ നിന്ന് അടർത്തിയെടുത്ത് അവനെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഈശോ ചിന്തിച്ചു. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നീതിമാന്മാരെ മാത്രം വിളിച്ച കൂട്ടത്തിൽ ചേർക്കാനല്ല, പാപികളെ കൂടി രക്ഷിക്കാനാണ് വന്നത്. അതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമാണ് ഈശോ യൂദാസിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത്. യൂദാസിന് സ്വയം തിരുത്താമായിരുന്നു. കാരണം ഈശോയുടെ ജീവിതം യൂദാസും മറ്റുള്ള ശിഷ്യന്മാരെ പോലെ അടുത്തു നിന്ന് കാണുകയും മനസ്സിലാക്കുകയും ഓരോ നിമിഷവും ഈശോയുടെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്തു. സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, യൂദാസിന് എന്താണ് പ്രശ്നം പറ്റിയത്? യൂദാസിന് ഏറ്റവും നല്ല പാസ്റ്റർ, ഏറ്റവും നല്ല ഇടയൻ ഉണ്ടായിരുന്നു. യൂദാസിന് ഏറ്റവും നല്ല ലീഡർ, ഏറ്റവും നല്ല നേതാവ് കൂടെ ഉണ്ടായിരുന്നു. യൂദാസിന് ഏറ്റവും നല്ല കൗൺസിലർ, ഏറ്റവും നല്ല ഉപദേശകൻ ഉണ്ടായിരുന്നു. യൂദാസിന് ഏറ്റവും നല്ല അഡ്വൈസർ അല്ലെങ്കിൽ ഒരു ഗൈഡ്, വഴികാട്ടി ഉണ്ടായിരുന്നു. എന്നിട്ടും യൂദാസ് തൻ്റെ പാപത്തിൻ്റെ ജീവിത വഴിയിൽ നിന്ന് പിരിയാതെ, അതിൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് പഠിക്കാതെ, മനസ്സിലാക്കാതെ അവൻ്റെ സ്വഭാവവും മനോഭാവവും തിരുത്താൻ തയ്യാറാകാതിരുന്നതാണ് പ്രശ്നം. അത് ഈശോയുടെ പ്രശ്നമല്ല, യൂദാസിൻ്റെ പ്രശ്നമാണ്. ഒരിക്കൽ തെറ്റുപറ്റുക എന്നുള്ളത് ഒരുപക്ഷെ സ്വാഭാവികമായ കാര്യമാണ്. അത് തിരുത്താൻ തയ്യാറായാൽ, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറായാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവവും നമ്മളെ സഹായിക്കും. ഈ നാളുകളിൽ കേരളത്തിൽ ഏറ്റവും ചൂടുപിടിച്ച ചർച്ചാ വിഷയങ്ങൾ അതിലൊന്നാണെന്ന് നമുക്കറിയാം. ഒരു യുവരാഷ്ട്രീയ നേതാവിനെ കുറിച്ച് ഒരേ തെറ്റ് പലതവണ ആവർത്തിച്ച് അതിൽ യാതൊരു മനഃശാഞ്ചല്യവും ഇല്ലാതെ മുമ്പോട്ട് പോയപ്പോൾ ഒരു നാൾ പിടിക്കപ്പെട്ടപ്പോൾ ചെയ്തു പോകുന്നത് തെറ്റാണെന്നൊരു ബോധ്യം വന്ന് തിരുത്താൻ തയ്യാറാകാതെ പോയ ഒരു മനുഷ്യന് വന്ന പതനത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. പത്രോസും തെറ്റുപറ്റിയ ആളായിരുന്നു. ഒരുപക്ഷെ യൂദാസിനേക്കാൾ മോശമായി ഈശോയെ ഒറ്റിക്കൊടുത്തയാളാണ്. എതിർത്ത് പറഞ്ഞ് അറിയില്ല എന്ന് പറഞ്ഞയാളാണ്. പക്ഷേ അത് കുറ്റബോധമാവാതെ പാപബോധമായി അതിനെ തിരുത്തി കരഞ്ഞ് ഈശോയിലേക്ക് വീണ്ടും നോക്കാൻ തയ്യാറായപ്പോൾ ഈശോ അവനോട് ക്ഷമിക്കുകയും അവൻ്റെ തെറ്റ് മനസ്സിലാക്കി ആ പാപ വഴിയിൽ നിന്ന് മാറുകയും അതേ പത്രോസിനെ ശിഷ്യന്മാരുടെ തലവനും സഭയുടെ പാറയാകുന്ന അടിസ്ഥാനവുമാക്കി മാറ്റി എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തെറ്റ് തിരുത്തുക എന്നുള്ളത് യൂദാസ് ചെയ്യേണ്ട കാര്യമായിരുന്നു, അത് ഈശോയുടെ പിഴവല്ല. സ്നേഹമുള്ളവരെ, നമുക്കും നമ്മുടെ ഓരോ ജീവിത രംഗങ്ങളിലും ഈ യൂദാസിൻ്റെ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. തെറ്റുകളിലും വീണു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി തിരുത്താൻ തയ്യാറായാൽ നമ്മളെ കാത്തിരിക്കുന്നത് പത്രോസിൻ്റേതുപോലെയുള്ള ഒരു തിരിച്ചുവരവും പത്രോസിന് കിട്ടിയതുപോലെയുള്ള വളരെ അഭിമാനകരമായ സഭയിലെ സ്ഥാനവുമാണ്. യൂദാസിനാണ് തെറ്റുപറ്റിയത്, ഈശോയ്ക്കല്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളെ പാപികളായിരുന്നിട്ടും കൂടെ നിർത്താൻ തയ്യാറാകുന്ന, ഈശോയെ കണ്ടുപഠിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈശോയുടെ സ്നേഹവും കരുണയും നിറഞ്ഞ മനസ്സാണ് നമ്മൾ ഈ ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പിൽ യൂദാസിനെ കൂടെ ഉൾപ്പെടുത്തിയതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി തിരുത്തി മുമ്പോട്ട് പോയി ശിഷ്യന്മാരുടേതുപോലെ ഈശോയുടെ കൂടെ ആയിരുന്ന, ഈശോയെ പ്രഘോഷിക്കുന്ന വിശുദ്ധമായ ജീവിതമാക്കി മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അനുഗ്രഹീതമായ ഈ കർത്താവിൻ്റെ ദിവസത്തിൻ്റെ നന്മകൾ ഒരിക്കൽ കൂടി നേരുന്നു. ആമേൻ.